കൊള്ളാം. അവസാനം ഞാനിത് ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അപ്രത്യക്ഷമാകാനുള്ള മരുന്ന്. ആരെങ്കിലും ഈ മരുന്ന് കഴിച്ചാൽ അവർ മായയായി മറഞ്ഞു പോകും. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോച്ചിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. ഇയാൾ ഇതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഗുളിക, അത് കിട്ടിയാൽ പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാം. നല്ല ഐഡിയ. ആ ഗുളിക കഴിച്ച് നമ്മൾ മായയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാമല്ലേ? നമുക്ക് ഒളിച്ചും പാത്തുമല്ലാതെ തന്നെ നമുക്ക് ആളുകളുടെ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ കഴിയും. ആർക്കും നമ്മളെ പിടിക്കാനാകില്ല. ഡോൾക്കി, വേഗം ഇതങ്ങ് വിഴുങ്ങ്. ഇതിന് പാവക്കേക്കാളും കയ്പാണല്ലോ. പക്ഷെ ചേട്ടാ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പയും മരുന്ന് വർക്കായില്ലേ? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഡോൾക്കി. വരൂ അമ്മാവ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്ത് സാധനമാ കാണിച്ചത്? ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ അത് കണ്ടോടാ, അവർ ഈ വഴിക്കാ പോയത്. പക്ഷേ അവരാരും നമ്മളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ മായയായി മറഞ്ഞു പോയെന്നർത്ഥം. ചേട്ടാ, എന്ന് വെച്ചാ നമുക്ക് പരസ്പരം കാണാൻ പറ്റും, പക്ഷേ വേറെ ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല. എടോ ഫൽവന്ത്, താനെന്നെ തള്ളിയിടല്ലേ, ഞാൻ പറഞ്ഞു തരാം. എവിടെ പോയത് കാണുന്നില്ലല്ലോ. ഓ, ഞാനത് ഇവിടെയാണല്ലോ വെച്ചത്. പിന്നെ അത് എവിടെ പോയി? കോച്ചിയങ്കളെ, നിങ്ങൾ എന്തായി തേടുന്നേ? ഞാൻ പുതിയതായിട്ടൊരു സാധനം കണ്ടുപിടിച്ചിരുന്നു. അത് കഴിക്കുന്നവർ അപ്രത്യക്ഷമാകും. അത് കൊള്ളാം. പക്ഷെ ആ ടാബ്ലറ്റ് മാഞ്ഞു പോയോ? അടിച്ചു മാറ്റാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. ഇതിനേക്കാൾ നല്ല സ്ഥലം വേറെയില്ല. അയ്യോ, എന്റെ പേഴ്സ് പോയേ. അയ്യോ, എന്റെ പേഴ്സ്. അയ്യോ, അയ്യോ, പോലെ ഇതെന്താ ഇങ്ങനെ? ഫണ്ടൂഷ് നഗറിൽ കള്ളന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ പുതിയ ഭൂതങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്? പക്ഷേ ഭൂതങ്ങൾക്ക് എന്ന് മുതൽ കാശിന് ആവശ്യമുണ്ടായത്? ഒരുപക്ഷെ വെള്ളവസ്ത്രം വാങ്ങിക്കാനായിരിക്കോ? കള്ളൻ, കള്ളൻ, അയ്യോ പാവം, ആ മനുഷ്യന് സൂട്ട് കേസ് കൈവിട്ട് പോയത് കാരണം വട്ടുപിടിച്ചെന്ന് തോന്നുന്നു. ബാ ബഹദൂർ, നമുക്ക് അയാളുടെ സൂട്ട് കേസ് ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? വായി നോക്കിക്കൊണ്ടിരിക്കാതെ വണ്ടി തിരിക്കടോ. നീ എന്റെ കളി കണ്ടോ മോനെ? ആ എടോ, താൻ അവിടെ നിന്ന് ട്രാഫിക് മാനേജ് ചെയ്യാണോ അതോ ഡാൻസ് കളിക്കുകയാണോ?
ഒരു കാര്യം അറിയോ പോലീസ് മാഡം, ആരാണ്ടോ കോജിയുടെ പുതിയ കണ്ടുപിടുത്തം അടിച്ചു മാറ്റി പോലും. ഇപ്പൊ അവര് മായമായി മറന്നു പോയിരിക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അയാള് തന്നെ ആയിരിക്കും മോഷണം നടത്തുന്നത്. ഷോ ഈ കോജിയുടെ കാര്യം എന്തെങ്കിലും കുന്തമൊക്കെ കണ്ടുപിടിച്ചോളും. അയാൾ ഉണ്ടാക്കും. പ്രശ്നം അഭിമുഖീകരിക്കേണ്ടത് നമ്മളും. ഭൂതവും പ്രേതവും ഒന്നുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലടോ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയില്ല. അതേത് ഇന്റർനാഷണൽ കള്ളനായാലും കൊള്ളാം. കള്ളൻ ഒന്നല്ല, രണ്ടുപേരാ. ഇത് കണ്ടോ പോലീസ് മാഡം? രണ്ടുപേരുടെ കാൽച്ചുവടിന്റെ അടയാളമായിട്ട്. ഇനി ആ ഇൻവിസിബിൾ കള്ളന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അത് ഞാൻ ഏറ്റു. ബല്ല സാറേ, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ വളരെ സേഫ് ആയിട്ടുണ്ട്. സാർ അതൊരിക്കലും ക്ലോസ് ചെയ്യരുത്. ബാങ്കിന് പുറത്ത് എവിടെ നോക്കിയാലും മോഷണങ്ങളാ. ഇനി ബാങ്കിനകത്തു തന്നെ നടന്നാലോ? വേണ്ട 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 വേണ്ട. ഞാൻ എന്റെ കാശും ആഭരണങ്ങളും എല്ലാം എന്റെ ഓഫീസിൽ തന്നെ കൊണ്ട് വച്ചോളാം. അങ്ങനെ ആവുമ്പോ എപ്പോഴും അതിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ. ചേട്ടാ, അവര് സംസാരിച്ചത് കേട്ടില്ലേ? ഞാൻ കേട്ടു. ബാലയെ പോലുള്ള ഒരു പിശുക്കന്റെ കയ്യിൽ നിന്നും ഒരിക്കലും കാശ് പുറത്തു വരില്ലടാ. ആ കാശ് മുഴുവൻ നമുക്ക് കൈക്കലാക്കാം. വെള്ളയുടെ ഡിറ്റക്റ്റീവ് കമ്പനി അടച്ചു പൂട്ടിയിട്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടതായി വരും. ഇനി രണ്ട് കള്ളന്മാരും നനഞ്ഞ മണ്ണിൽ കാല് വെക്കും. പിന്നെ അവരുടെ കാൽച്ചൂട് വെച്ച് നമുക്ക് കണ്ടെത്താം. അവർ ഓഫീസിനകത്ത് വന്നു എന്ന് നോക്കാം. ചേട്ടാ സൂക്ഷിച്ചേ. എന്താ നീ മറന്നുപോയോ? നമ്മൾ രണ്ടുപേരെ ഇപ്പൊ കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മായയായി മറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓഫീസ് ക്ലോസ് ചെയ്യേണ്ട സമയമായി. ഇതെന്താണ്? ഇത് മേഡത്തിന്റെ ഒരു സ്റ്റൈലാണ് ട്ടാ. രണ്ടുപേരും അകപ്പെട്ടില്ലേ, ഇൻവിസിബിൾ കള്ളന്മാര്. അല്ല, ഇവന്മാരാ പഴയ കള്ളന്മാര് ഡങ്കിയും ടോൽക്കിയും അല്ലേ? കുറെ പ്രാവശ്യം ഇടിയും തൊഴിയൊക്കെ കിട്ടിയിട്ട് നിനക്കൊന്നും ഒരു പൂസലും ഇല്ലല്ലേ? ഇൻവിസിബിൾ കള്ളന്മാരെ കുടുങ്ങിപ്പോയി. വെരി ഗുഡ്. അമ്മാവാ, ദേ അങ്ങോട്ട് നോക്ക്, നീല കളർ. തങ്കയും ടോൾക്കിയും അവരുടെ കളർ കഴുകി കഴിഞ്ഞെന്നാ തോന്നുന്നേ. എന്ന് വെച്ചാ അവര് വീണ്ടും മായമായി മറിഞ്ഞെന്നാ തോന്നുന്നേ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവര് വീണ്ടും രക്ഷപ്പെട്ടല്ലോ. ഇല്ല, അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് ഇവിടുത്തെ എല്ലാ വാതിലുകളും അടച്ചുപൂട്ട്. ചേട്ടാ, ഈ അനന്തരം ഭയങ്കര സ്മാർട്ട് ആണെന്നാ തോന്നേ. അതൊന്നും കുഴപ്പമില്ലടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവന്മാരെ ഞാൻ ഇന്ന് ഒരു വഴിയാക്കും. അയ്യോ, അമ്മാവാ, താനെന്തിനാണ് എന്നെ കരണത്തടിച്ചത്? എന്റെ ബല്ല സാറേ, ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. പുറത്തിറങ്ങടോ, ഇറങ്ങാനാ പറഞ്ഞ. ഏയ്, പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങി വാടാ, ഇറങ്ങി വരെ. ഇതിനകത്ത് ആരില്ലെന്നാ തോന്നുന്നു.
ചമന്ന ഉടച്ച് കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനെ മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും. ഈ തൊപ്പി എന്റെ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇത് വരുന്നില്ലല്ലോ. അതേതായാലും കലക്കി അനന്തരവ. നിന്റെ മെറ്റൽ ഹാറ്റ് ശരിക്കും ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മള് ചെയ്യും ടിറ്റ് ഫോർ ടാറ്റ്. ഇതാണ് എന്റെ സൂപ്പർ ഹാറ്റ്. ഇതാ പിടിച്ചോളൂ പോലീസ് മാഡം. കള്ളന്മാർ രണ്ടാളും പിടിയിലായി. ഡങ്കിയും ടോൾഗിയും. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ആ പെർഫെക്റ്റ്. ഓക്കേ.